ചങ്ങായിമാരെ നാളെയാണ് നമ്മുടെ പി സി ജോർജ് സാറിന്റെ 1 കോടി രൂപയുടെ ബെറ്റ് ഓഫർ നാളെയാണ്. അതായത് ഇന്നൊരു ചാനൽ വന്നിരുന്നിട്ട് നമ്മുടെ പി സി ജോർജ് തട്ടിവിട്ടിട്ടുണ്ട്. തോറ്റു കഴിഞ്ഞാൽ ആരെങ്കിലും ബെറ്റ് കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞാൽ പി സി ജോർജ് ഉണ്ടല്ല 1 കോടി രൂപ കൊടുക്കാതെ. പക്ഷെ എന്താ ചെയ്യുക, ആരെങ്കിലും പോയിട്ട് ബെറ്റ് വെക്കാൻ വേണ്ടിട്ട് സമയം പോലും കൊടുക്കാതെ നമ്മളെ പി സി ജോർജ് ഉണ്ടല്ല ഒരൊറ്റ മുങ്ങല്, ആ ഡയലോഗ് അടിച്ചിട്ട് ഒരൊറ്റ മുങ്ങല്. എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പിലെ നമ്മൾ പി സി ജോർജിന്റെ ആ ഡയലോഗ്, ആ സൂപ്പർ ഡയലോഗ് ഒന്ന് കേട്ടിട്ട് വന്നാലോ. എന്തായാലും ഉണ്ടല്ല ഈ ടെൻഷൻ അടിക്കുന്ന സമയത്ത് നമ്മളെ ഉണ്ടല്ല ചിരിപ്പിക്കാൻ നമ്മൾ പി സിനെ കഴിഞ്ഞിട്ട് വേറെ ആരുള്ളൂ. നമുക്ക് ആ പി സിയുടെ ഒരു ഒന്നൊന്നര തള്ളു ഡയലോഗ് കേട്ടിട്ട് വന്നാലോ. പി സി ജോർജ് നമ്മോട് ചേരുകയാണ്. പൂഞ്ഞാറിൽ എന്താണ് അവസ്ഥ? പൂഞ്ഞാറിലെ അവസ്ഥ ജനങ്ങളെല്ലാം ഐശ്വര്യമായിട്ട് സന്തോഷമായി ജീവിക്കുന്നു. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അഥവാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു പോകാൻ കഴിയുന്ന സാഹചര്യം ഞങ്ങൾ പൊതുപ്രവർത്തകർ എല്ലാം ചേർന്ന് തീരുമാനിക്കും, നടപ്പാക്കും. അതുകൊണ്ട് പൂഞ്ഞാറിലെല്ലാം വളരെ സന്തോഷവാന്മാരാണ്. വോട്ട് ഭൂരിപക്ഷമൊക്കെ വോട്ട് ചോദിക്കാൻ അതാണെങ്കിൽ അങ്ങനെ ചോദിക്കണം. വോട്ട് ഇപ്പോൾ ഒരു ഭൂരിപക്ഷം ഞാൻ പറയുന്നില്ല, വലിയ മാർജിൻ ഞാൻ ജയിക്കും, 100%. അതിന് തർക്കമൊന്നും വേണ്ട. തർക്കം വേണമെന്ന് ഇപ്പം ഒരാൾ ചോദിച്ചു നിർബന്ധം 1 കോടി രൂപ പന്തായം വെച്ചോളാം, അത് കൂടെ പറയാൻ പറ്റുമോ? ഇപ്പോഴും പന്തായം വെച്ചിരിക്കുക, വാ കൊണ്ടുപോവാ. ഒരാൾ ഈ കാശിൽ പഴി ചേർന്ന് കൊണ്ടുവന്ന് 1 കോടി രൂപ കൊണ്ടുവന്ന് ഇപ്പം എടുത്ത് വെച്ചേക്കാം, പന്തായം വെക്കാം. പൂഞ്ഞാറിൽ 1 കോടി രൂപയാണ് പന്തയം. 1 കോടി രൂപ വെക്കാൻ തയ്യാറാണ് ഞാൻ. സാറിന് ഞാൻ പന്തായം വെക്കുന്നതല്ല, പലരും വിളിച്ച് വലിയ ആധികാരികമായിട്ട് പന്തായം വെക്കുന്നതൊക്കെ ചോദിച്ചു. ഞാനങ്ങനെ ഇതുവരെ പന്തായം വെച്ചിട്ടില്ല. ഇത് ഇത്രയും നാണം കെട്ട രീതിയിൽ നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ LDF ഉം UDF ഉം നിങ്ങൾ മനോരമ ഉൾപ്പെടെ എല്ലാ ചാനലുകാരും ഒരുമിച്ച് നിന്ന് ഞങ്ങളെ എതിർക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പന്തായം വെക്കുന്നതിന് കുഴപ്പമില്ല. 1 കോടി രൂപ പന്തായം വെച്ച് നിങ്ങളെല്ലാം കൂടി 1 കോടി കൊണ്ട് വെച്ചാൽ എടുക്കാം. നാളെ ഉച്ചയാകുമ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, അല്ല എനിക്ക് കിട്ടും. എനിക്ക് കിട്ടും 100% ബോധ്യമാണ്. അതുകൊണ്ടാണ് 1 കോടി രൂപ പറയുന്നത്. പി സി ജോർജ് പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. വേഗം പോയിട്ട് ബെറ്റ് വെച്ചോ. പി സി പൂഞ്ഞാരി തോറ്റെങ്കിൽ 1 കോടി രൂപയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതായത് 1 കോടി രൂപ കൊടുത്തിട്ട് പി സി പൂഞ്ഞാറി എടുക്കാൻ നോക്കുകയാണ് സുഹൃത്തുക്കളെ, എടുക്കാൻ നോക്കുകയാണ്. എന്തായാലും ഈ അവസാന നിമിഷവും തോറ്റ് തുന്നമ്പാടെന്ന് അറിയുന്ന ഈ നിമിഷവും ഈ കോൺഫിഡൻസ് ഇല്ലേ പി സിയുടെ, ഈ കോൺഫിഡൻസ് ഇതിനുണ്ടല്ല, ഇതിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇതിന്റെ വേറെ എന്താ രസം എന്നറിയാം, ഈ വീഡിയോന്റെ ഒക്കെ അടിയിൽ ഈ സംഖ്യയിലുണ്ടല്ല, ബോധമില്ലാത്ത സംഖ്യകൾ പി സി പറഞ്ഞ ഈ തള്ളു കേട്ടിട്ട് പി സി ജയിക്കുന്നു പറഞ്ഞ് ഭയങ്കരമായ വെല്ലുവിളിയാണ്. അതായത് പി സി ഇപ്രാവശ്യം 25,000 വോട്ടിന് അല്ലെങ്കിൽ 50,000 വോട്ടിന് പൂഞ്ഞാറ് തൂക്കുന്നത് ആ വിഡ്ഢികളായ സംഖ്യകളൊക്കെ ഇതിന്റെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്യുന്നത്. എന്റെ ബോധവും വിവരമില്ലാത്ത സംഖ്യകളെ പൂഞ്ഞാറുകാരുണ്ടല്ല പണ്ടേ ഈ പി സി ജോർജിനുണ്ടല്ല തൂക്കി വെളിയിൽ കളഞ്ഞതാണ്. അത് നിങ്ങൾക്കിട്ടില്ല, നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാകാണ്ടുള്ളൂ. എന്തായാലും നമുക്കിനി ഉണ്ടല്ല വിജയിച്ചു കഴിഞ്ഞാൽ പി സി ജോർജ് ഉണ്ടല്ല വിജയിപ്പിച്ച പ്രവർത്തകരില്ലേ അവർക്കുണ്ടല്ല എന്തൊക്കെയോ ഫുഡ് ഓഫർ ചെയ്യുന്നുണ്ട്. പി സി ജോർജ് ഒരിക്കലും കൊടുക്കേണ്ടി വരാത്ത ആ ഫുഡ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ. സംശയമൊന്നും വേണ്ട, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഈ നേരത്തെ പറഞ്ഞത് ലഡുവും പിന്നെ സമോസയൊക്കെ റെഡിയാക്കി അതിന് ഓർഡർ കൊടുത്തു. അത് ഓർഡർ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നാളെ ജയിച്ചു കഴിഞ്ഞ് ഞാൻ ഡേറ്റ് നിശ്ചയിക്കും. അത് സമോസയൊന്നും കൊടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്. എൻ്റെ 218 ബൂത്ത്, അതിൽ 209 ബൂത്തിലെ കമ്മിറ്റിയുള്ള നമ്മുടെ ഈരാറ്റോടെ 9 ബൂത്ത് നമ്മുടെ കമ്മിറ്റിയില്ല. ആ 209 ബൂത്തിലുള്ള എല്ലാ ബൂത്ത് പ്രസിഡന്റുമാരെയും ബൂത്തിൻ്റെ ഇൻചാർജിമാരെയും അപ്പോൾ 418 418 പിന്നെ പഞ്ചായത്ത് മെമ്പർമാർ, നമ്മുടെ പ്രമുഖ നേതാക്കന്മാർ, ഇവരെയാണ്. അപ്പോൾ 500 അല്ലെ 500 മിനിമം എല്ലാവരും കൂട്ടി സുഖമായ ഉച്ചയ്ക്ക് നല്ല ബിരിയാണി കൊടുക്കാൻ പോവുകയാണ്. അത് നന്ദി വേണ്ടേ. ഇത് എനിക്ക് വേണ്ടി ചാകാൻ നടന്ന ഉദാഹരണം നമ്മുടെ SNDPയുടെ നേതാക്കന്മാർ എന്തുമാത്രം ആത്മാർത്ഥ ജോലി എന്ന് ആലോചിച്ച്. നമ്മുടെ വിശ്വകർമ്മജനം, SC ST വിഭാഗങ്ങൾ, ഇതൊക്കെ പാവങ്ങൾ പട്ടിണി കിടന്ന് എനിക്കൊണ്ട് വർക്ക് ചെയ്തതാണ്. ഒരു ഉച്ചയ്ക്കത്ത് നല്ല കോഴി ബിരിയാണി തന്നെ കൊടുക്കണമെന്ന് എൻ്റെ ഉദ്ദേശം. എനിക്ക് പറയാനുള്ളത് പൂഞ്ഞാലെ BJP കാരോടാണ്. പി സി നീ വർത്താനം കേട്ടിട്ടുണ്ടല്ല, പി സി തോറ്റ് തുന്നമ്പാടി നിൽക്കുന്ന സമയത്തുണ്ടല്ല ഫുഡ് ബിരിയാണിയും പ്രതീക്ഷിച്ച് പി സിന്റെ അടുത്താണ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ പി സി ഉണ്ടല്ല തുണി പൊക്കിട്ട് നിങ്ങളെ കാണിക്കലുണ്ടാവുക. എന്നിട്ട് നിങ്ങളോട് പറയും ദാ കൊണ്ടുപോയി തിന്നോടാന്നായിരിക്കും പി സി നിങ്ങളോട് പറയാ. അതുകൊണ്ട് ദയവ് ചെയ്ത് സംഘികളാരും ഇയാൾ തോറ്റ് നിൽക്കുന്ന സമയത്ത് ബിരിയാണിയും പ്രതീക്ഷിച്ച് ആ വഴിക്ക് പോകണ്ട. ഇനി നമുക്കുണ്ടല്ല പി സി ജോർജ് ഈ അഭിമുഖത്തിന് ശേഷം ഉണ്ടല്ല 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ വിസർജനത്തിന് കൊടുത്ത ഒരു അഭിമുഖം കണ്ടാലോ. ആ അഭിമുഖത്തിനുണ്ടല്ല നമ്മുടെ പി സി ജോർജ് ഉണ്ടാ, ഈ അഭിമുഖത്ത് കണ്ട പി സി ജോർജേ അല്ല, വേറൊരു പി സി ജോർജാണ്. അതായത് പി സി ഉണ്ടല്ല ഈ സമയത്തുണ്ടല്ല നല്ല കിക്കായിരുന്നു. അതായത് വിസർജനം TV അഭിമുഖം എടുക്കാൻ വരുമ്പോഴത്തേക്ക് പി സിന്റെ പഴയ കിക്കൊക്കെ പോയിട്ട് പി സി നോർമൽ ആയിരുന്നു. എന്തായാലും നമുക്ക് പി സിയുടെ വിസർജനത്തോടുള്ള ആ മനോഹരമായ തള്ളൊന്ന് കേട്ടിട്ട് വന്നാലോ. നാളെ ഇപ്പൊ 1 കോടി രൂപ ബെറ്റൊക്കെ വെച്ച സ്ഥിതിക്ക് ആഘോഷം ഇപ്പൊ തുടങ്ങും. ആഘോഷമില്ല, അതാ ഞാൻ പറയാം. അത് ചോദിച്ചത് നന്നായി. ഒരു കാരണം വെച്ചാലും ആഘോഷം പാടില്ല. ജയിച്ചവൻ അഹങ്കരിക്കേണ്ട കാര്യം എന്താ? തോറ്റവൻ കരയും, ആ കരയുന്നൊരു താറയ്ക്ക് തട്ടേണ്ട കാര്യമുണ്ടോ? ഞാൻ വളരെ സ്ട്രിക്റ്റായിട്ട് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു, ഒരു ബഹളം ഒരിടത്തും ഉണ്ടാകരുത്. നമ്മൾ ജയിച്ചു, സന്തോഷം. ഞാൻ ജയിച്ച് കഴിയുമ്പോൾ ചെയ്യാൻ വന്ന ഓരോ പഞ്ചായത്തിൽ ഈ കാറിൽ എൻ്റെ കാറിൽ പോകും. ആളുകളെ വിളിച്ചു കൂട്ടും, അവിടെ ആവശ്യങ്ങൾ എന്തെന്ന് ചോദിക്കും, ജനപ്രതിനിധികളെ വിളിച്ചു കൂട്ടും. ആവശ്യങ്ങൾ എന്തെന്ന് നോക്കി ലിസ്റ്റ് ചെയ്തതിന് ശേഷം
എൻ്റെ നാട്ടിൽ ആവശ്യമുള്ള എന്താണോ അത് നടപ്പാക്കാൻ വേണ്ടി MLA പണി ഉപയോഗിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്കൊപ്പം നിന്ന് പോകും, അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ MLA മാരും അങ്ങനെ ചെയ്യണമെന്ന് അഭിപ്രായക്കാരനായ നിയമസഭയിൽ അത് പറയുകയും ചെയ്യും. എന്റെ PC തോറ്റു കഴിഞ്ഞാലുണ്ടല്ല നിയമസഭയിൽ പോയിട്ട് സംസാരിക്കാനൊന്നും കഴിയില്ല. അതായത് തോറ്റ MLA കണ്ടില്ല സംസാരിക്കാൻ സമയം ഇരിക്കാൻ ഇരിപ്പിടൊന്നും അവിടെ കിട്ടൂല. പിന്നെ തോറ്റു കഴിഞ്ഞാൽ PC കണ്ടില്ല ഒരു കാര്യം ചെയ്യാം, പൂഞ്ഞാറ് ടൗണിൽ വന്നിട്ടില്ല അവിടുന്ന് തെറി വിളിക്കുക, എല്ലാവരും തെറി വിളിക്കുക. അതായത് മുസ്ലിങ്ങളെയും തെറി വിളിക്കുക, ക്രൈസ്തവരെയും തെറി വിളിക്കുക, PCക്ക് വോട്ട് ചെയ്യാത്ത എല്ലാ ടീമും ഇല്ലേ എല്ലാ ടീമിനെയും തെറി വിളിക്കുക. ഇനി അതല്ല BJPക്കാരെയാണ് PCക്ക് തെറി വിളിക്കണമെങ്കിൽ അവരും തെറി വിളിക്കുക. എന്നിട്ടില്ല PCന്റെ സ്ഥിരം ഒരു സ്വഭാവം എടുത്തോ, അതായത് കാലം മാറിയിട്ട് അടുത്ത പാർട്ടിയിലേക്ക് പോട്. PC അതൊക്കെ PC കൊണ്ടേ പറ്റൂ. എന്തായാലും PC ഇട്ടില്ല 2 മണിക്കൂർ കഴിഞ്ഞപ്പം വിസർജനം വന്നപ്പം ലേശം ഡയലോഗ് മാറ്റിയില്ലേ. അതായത് ജയിച്ചു കഴിഞ്ഞാൽ ആഹ്ലാദ പ്രകടനം പാടില്ല, തോറ്റവന്റെ വിഷമമില്ല, തോറ്റവന്റെ കണ്ണീര് എല്ലാവരും കാണണമെന്നാണ് PC പറഞ്ഞിട്ടുള്ളത്. അതായത് PC തോറ്റു കഴിഞ്ഞാൽ PCയുടെ കണ്ണുനീരിട്ടില്ല എല്ലാ പാർട്ടിക്കാരും കാണണം. അതുകൊണ്ട് PCയുടെ വീടിന്റെ അടുത്തൊന്നും പോയിട്ട് ആരും ആഹ്ലാദ പ്രകടനോ പടക്കോ ഒന്നും പൊട്ടിക്കാൻ പാടില്ലട്ടാ. കാരണം 8 നിലയിൽ പൊട്ടിയിട്ടാൻ പാടില്ല. അപ്പനും മകനും വീട്ടിൽ കിടന്ന് ഒരേ കരച്ചിലായിരിക്കും, കെട്ടിപ്പിടിച്ച് കരച്ചില്. അതിന്റെ ഇടയ്ക്ക് നിങ്ങളെ പടക്കം പൊട്ടിക്കല് അത് PCനെ വല്ലാതെ വിഷമിപ്പിക്കും. എന്തായാലും നമ്മൾ ഇതുവരെ PCയുടെ തള്ളല്ലേ കേട്ടത്. ഇനി നമുക്കിട്ടില്ല ഷൊണ്ണ ജോർജിന്റെ PCയുടെ മകൻ ഷൊണ്ണ ജോർജിന്റെ ഒരു ഒന്നൊന്നര തള്ളു കേട്ടിട്ട് വന്നാലോ. ജയിക്കുമെന്ന് ഉറപ്പുള്ള കാൻഡിഡേറ്റ്സിനെ കൊടുത്തിടത്തെല്ലാം ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്, എനിക്കൊരു സംശയമില്ല. കാരണം ഇന്ന് ക്രൈസ്തവ വോട്ടർമാരിൽ 50%-ലധികം ആളുകൾ നരേന്ദ്രമോദി ആരാധിക്കുന്നവരാണ്. കാരണം ക്രിസ്ത്യൻ വോട്ടേഴ്സ് അറിയില്ല, കാരണം മൈഗ്രൻസ് ധാരാളമുള്ള കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ വിദേശത്ത് പോകുന്ന ഓരോ ഇന്ത്യക്കാരനും മോദി ഭക്തരായി മാറും. ഡെഫിനറ്റ്ലി ഇവിടെ ഞാൻ പറയാം, പാലായിൽ തന്നെ ആയിരക്കണക്കിന് വീടുകൾ എനിക്കറിയാം വിദേശത്തുള്ള മക്കൾ വിളിച്ച് ഷോൺ നോട്ട് ചെയ്യണമെന്ന് കോൺഗ്രസ്സുകാരായ CPMകാരായ മാണി ഗ്രൂപ്പുകാരായ മാതാപിതാക്കളെ വിളിച്ചിട്ട് ഷോൺ നോട്ട് ചെയ്യണം പ്രാവശ്യം എന്ന് പറഞ്ഞ ആയിരക്കണക്കിന് കേസുകൾ എനിക്കറിയാം. അവരൊക്കെ ബേസിക്കലി ഉള്ളിൽ അവർ BJP ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു ഷിഫ്റ്റ് ഒരു വലിയ അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 13% ഞാൻ ഉറപ്പിച്ച് പറയുന്നു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 50% ക്രൈസ്തവർ BJPയോടൊപ്പം ആയിരിക്കും, ഒരു സംശയം അല്ല. ഇവനല്ല കുറച്ചു ദിവസം മുന്നേക്കെ പറഞ്ഞത് 100% ക്രൈസ്തവരും BJP ആയി എന്നാണ്. ഇപ്പൊ പറയുന്നത് 13% ആയിട്ടുള്ളൂ. ഇനിയില്ല അടുത്ത ഇലക്ഷൻ വരുമ്പോൾ 50% ആവുന്നു. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചേക്ക് എന്റെ ഷൊണ്ണ ജോർജ്. പിന്നെ പറഞ്ഞത് വിദേശത്ത് പോയ എല്ലാവരും ഉണ്ടല്ല എല്ലാ ക്രൈസ്തവരും BJP ആയി എന്നാണ്. അതുള്ളതാട്ടാ, ഞാനും കേട്ടിട്ടുണ്ട്. അമേരിക്കൻ ഇലക്ഷനിൽ BJPക്കാരുണ്ടല്ല താമര ചിഹ്നത്തിൽ അവിടെ മത്സരിക്കാൻ പോകുന്നു, ട്രംപിനെതിരെ മത്സരിക്കാൻ പോകുന്നു. എന്റെ ഷൊണ്ണ ജോർജ്, നീ എന്ത് തള്ളാൻ തള്ളുന്നത്? നീ ശരിക്കൊണ്ടല്ല അപ്പനേക്കാളും മൊയന്താണല്ലോ നീ. പിന്നെ ഇവനിപ്പം പറഞ്ഞില്ലേ CPMമാരുടെയും കോൺഗ്രസ്സുകാരുടെയൊക്കെ മക്കൾ വിളിച്ചിട്ട് ഷോൺ ജോർജിന് വോട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു. അങ്ങനെയല്ല സംഭവം. അവരൊക്കെ വിളിച്ചിട്ട് അവരുടെ മാതാപിതാക്കളോട് എന്താ പറഞ്ഞറിയാം, അറിയാണ്ട് പോലും ഈ വേട്ടാവളിന് വോട്ട് കൊടുക്കാൻ പാടില്ലെന്ന് ആ മക്കളൊക്കെ അവരുടെ അപ്പനമ്മമാരെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ മരപ്പൊട്ടനുണ്ടല്ല അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്താ ചെയ്യാ? ഇനി എന്തായാലും നാളെ റിസൾട്ട് വന്ന ശേഷം ഈ അപ്പനും മകനും തോറ്റ് തുന്നം പാടിയ ശേഷം ഒരു കാര്യം ഉറപ്പാണ്. അതായത് പൂഞ്ഞാലിലെ കക്കൂസുകളായ അപ്പന്റെയും മകന്റെയും വായിന്ന് ഏറ്റവും കൂടുതൽ തെറി കേൾക്കാൻ പോകുന്നത് മുസ്ലിങ്ങളല്ല, പൂഞ്ഞാലിലെ ക്രൈസ്തവരായിരിക്കും ഈ അപ്പനും മകനും ഒരൊന്നൊന്നര തെറി വിളിക്കാൻ പോകുന്നത്. അതായത് ക്രൈസ്തവർ കാലുമാറി ക്രൈസ്തവർ കാല് വലിച്ചതായിരിക്കും ഈ അപ്പനും മകനും നാളെ കിടന്ന് കരഞ്ഞുകൊണ്ട് പറയാൻ പോകുന്നത്. എന്തായാലും നാളെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ കേരളത്തിലെ എല്ലാ നല്ലവരായ മനുഷ്യരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ രണ്ട് വേട്ടാവളിയന്മാരുടെ ഏറ്റവും വലിയ പരാജയമായിരിക്കും. എന്തായാലും നാളെയുണ്ടല്ല ആ ശുഭവാർത്ത വന്ന ശേഷം ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വരാട്ടാ. അതുവരെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.